ഹലോ, നമസ്കാരം. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം എത്തിയില്ലേ? അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഓണം പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. ഓണത്തിന് മുമ്പ് ഞങ്ങൾ ചെയ്യാറുള്ള കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളുമാണ്. അപ്പം ആദ്യം നമ്മൾ ഇന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അരിപ്പയിൽ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര നീര് ഏകദേശം 1/2 കിലോനോളം ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഈസിയായിട്ട് നല്ല ചൂട്ടോടെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പത്തിനുള്ള അരി ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ചൂട്ടോടെ തന്നെ ശർക്കര നീര് ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി മൂടി വയ്ക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓണത്തിന് 2 വടവപ്പുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അച്ചാറിടാനായിട്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ വെള്ള അച്ചാറിടുന്നത് പച്ചമുളകൊക്കെ ഇട്ടിട്ട്, പിന്നെ ബാക്കിയുള്ളത് കറി ആക്കണം, നാരങ്ങ കറി ആക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങ കറി ആകുമ്പോൾ കുറച്ച് ദിവസത്തിനൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളച്ചാറാകുമ്പോൾ കുറച്ച് നാൾ നമുക്ക് ഇരിക്കും. അപ്പോൾ അത് കാരണം അത് കൂടുതൽ ഉണ്ടാക്കണം ഞാൻ. പിന്നെ ഈ വെള്ളച്ചാറിക്ക് പച്ചമുളക്, മറ്റേ സാധാരണ പച്ചമുളക് രസം ഉണ്ടാവില്ല. നമ്മുടെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാന്താരി മുളക് അല്ലെങ്കിൽ വെള്ള പച്ചമുളകാണ് കൂടുതലിടുക. അപ്പോൾ ഞാൻ ഇന്നലെ ലുലു പോയപ്പോൾ കാന്താരി മുളകും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകിയെടുത്ത് അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ മുളകൊക്കെ ഒന്ന് നടു മുറിച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഇത് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റണതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ ഒന്ന് നീളത്തിലാണ് അരിഞ്ഞെടുക്കണത്. നമ്മൾ ഇടാനുള്ള ബോട്ടിലൊക്കെ എടുത്തിട്ട് അത് നന്നായി കഴുകി ഉണക്കി എടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം ഇട്ടു. പിന്നെ അതിലേക്ക് നാരങ്ങ ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇനി വീണ്ടും ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളച്ചാറ്. അപ്പം ഇത് കുറച്ച് ദിവസം ആവണം ഇതൊന്ന് ആയി വരണമെങ്കിൽ, എല്ലാ ഭാഗത്തേക്കും ഉപ്പും എരിവൊക്കെ പിടിച്ച് വരണമെങ്കിൽ. അപ്പം നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് നാരങ്ങ കറി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നാരങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കിയിട്ട് ഒരു ചാറോട് കൂടിയിട്ടല്ലേ കറി, നാരങ്ങ കറി. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് ചെറുതായി പൊട്ടിച്ച് അതും കൂടി ഇട്ടു കേട്ടോ. പിന്നെ അതേ ചീഞ്ചട്ടി വെച്ച് അരിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക്, അതുപോലെ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ, അപ്പോൾ കടുകിൻ്റെ ഒപ്പം ഇടായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഉലുവ കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതേ കറി നാരങ്ങ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി എടുത്തു വയ്ക്കാം. അപ്പോൾ ഇത് ഇനി ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കര വരട്ടിക്ക് 4 കായ ഞാൻ ശർക്കര വരട്ടിക്ക് എടുക്കണുള്ളൂ. ശർക്കര വരട്ടി അധികം എല്ലാവർക്കും അധികം ഇഷ്ടമൊന്നുമില്ല ഇവിടെ. അപ്പോൾ അത് കാരണം 4 എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ള വെള്ളത്തിലേക്ക് കായ തൊലി പൊളിച്ചതിന് ശേഷം ഇട്ട് കുറച്ച് നേരം അതിൽ കിടന്ന് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്ന് പറഞ്ഞാൽ നന്നായി ചകിരിയുടെ നാര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം കായ. അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. അപ്പോൾ അതേ കായ്ക്ക് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നടുവൊന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണ്ടേ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ കായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ചൂടായ സമയത്ത് കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് വറുത്തെടുക്കുക. കുറച്ച് നേരം വേണം ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരാനായിട്ട്. അപ്പോൾ ഇതേ ശർക്കര വരട്ടിക്ക് ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മാത്രം എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നന്നായി തീ കൂട്ടി വെച്ചതിന് ശേഷം എടുത്തു മാറ്റാം. ഞാൻ പൊളിച്ച് ഇടുന്നുണ്ട്. പിന്നെ ശർക്കര വരട്ടിക്കുള്ള ശർക്കര നീര് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണ്ടേ ശർക്കര. അപ്പോൾ അതിനായിട്ട് 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര വരട്ടിക്കുള്ള ശർക്കര പാനിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചെടുത്തതാണ്. അപ്പം അതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പം നമ്മൾ വറുത്ത് വെച്ച കായ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇനി നമ്മൾ പാനിലേക്ക് ശർക്കര നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി ഒന്ന് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചുള്ള കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ശർക്കര നീരൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാനതിലേക്ക് വറുത്ത് വെച്ചുള്ള കായ ഇട്ട് വേഗം ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഫ്ലേവറിനുള്ള ചുക്കുപൊടി, അതുപോലെ തന്നെ ജീരകവും ചെറിയ ജീരകവും ഏലക്കായും കൂട്ടി പൊടിച്ചെടുത്തുള്ളതാണ്. അപ്പം അതും കൂടി ഇട്ടു വേഗം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുള്ളത് നോക്കണ്ട, നമ്മൾ ചൂടാറുന്നതിനനുസരിച്ച് വിട്ട് വരും. അല്ലാതെ അതെ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ശർക്കര വരട്ടൊക്കെ റെഡിയായി. ഒറ്റയ്ക്ക് കണ്ട വിട്ട് വന്നു. ഇനി നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ മറ്റേ
മട്ടൻ ഉപ്പേരിക്കുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞത് ഓരോ പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ ഇങ്ങനെ പരത്തി വയ്ക്കുക. ഒരു 3-4 പ്ലേറ്റിലായിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരത്തി വെച്ചുള്ളത് ആദ്യം എടുത്ത് വറക്കാം. അത് വെളിച്ചെണ്ണയ്ക്ക് ഇതുപോലെ നന്നായി ചൂടായി. ചൂടായ സമയത്ത് ഉപ്പേരി അതിലേക്ക് ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കാം. ചെറിയ തീ കിടന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് അപ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കാം. അപ്പോൾ അതിലേക്ക് ആ സമയത്ത് അതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി മൊരിഞ്ഞതിന് ശേഷം ആണ് അതിലേക്ക് ഉപ്പും വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഈ പതക്കൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായി കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ പതിഞ്ഞ് വരുന്നത് മുഴുവൻ വറ്റി വരുമ്പോൾ അത് കോരി മാറ്റാം കേട്ടോ. ആദ്യത്തെ ബാച്ച് റെഡിയായി. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ച് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഞാൻ ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്ത് തീ കൂട്ടി വെച്ചു. അതേ നന്നായി പതഞ്ഞ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കോരി മാറ്റി. ഉപ്പേരി നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ നാളികേരം അപ്പത്തിലേക്കുള്ള നാളികേരക്കൊത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യും ചൂടായി വന്നപ്പോൾ അരിഞ്ഞെടുത്ത നാളികേരം ആദ്യം അതൊന്ന് വറുത്തെടുക്കാം. നാളികേരമൊക്കെ ഒരു പകുതി മൂപ്പ് ആവുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയ തീയിൽ നാളികേരം ചെരുകിയതും നാളികേര കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് നന്നായി ചൂടാറുമ്പോഴേക്കും നമുക്ക് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒരു 3-4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് കട്ടിയായി. അപ്പം അതിലേക്ക് കുറച്ച് ശർക്കര നീരും കൂടി ഒഴിച്ച് ഒന്ന് അഴിച്ചെടുക്കണം. 5-6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടി വെച്ചിട്ട്. അപ്പം അത് ഞാൻ ശർക്കര നീര് ഒഴിച്ച് ഒന്ന് അഴിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പപ്പടമാണ്. അപ്പോൾ ഒരു 5 പപ്പടം ഞാൻ ചെറിയ പപ്പടമായ കാരണം ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള നാളികേരം ചൂടാറിയതിന് ശേഷം അതും അതിലേക്ക് ഇട്ടു. പിന്നെ ഫ്ലേവറിനായിട്ട് നമ്മുടെ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു. എല്ലാം കൂടി ഇനി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ കൈകൊണ്ടാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഈശായിട്ട് ഒഴിച്ച്, അപ്പം എൻ്റെ കയ്യിൽ വലിയ കയ്യിലില്ല, അപ്പം അതുകൊണ്ട് ഞാനൊരു വലിയ കപ്പിലാക്കിയിട്ടാണ് കുറച്ച് ഈശായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും നന്നായിട്ട് ചെറിയ തീയിൽ അപ്പുറം മറിച്ചിട്ട്
ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണം പ്രിപ്പറേഷൻ. അവസാനമായിട്ടുള്ള കുറച്ച് മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു കുഞ്ഞപ്പം ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ നാരങ്ങ ചാറൊക്കെ ചൂടാറിയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടുണ്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.